അവരെന്നെ പിടികൂടും. രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ അവരൊന്നും ചെയ്യില്ല. ഞങ്ങളല്ലേ കൂടെ ഉള്ളത്. അവരെ നേരിടാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അവരെന്നെ കൊണ്ടുപോകും. നിന്റെ ദേഹത്ത് അവര് തൊടില്ല. തൊടട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ അവർ ഉപദ്രവിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. ഓടി രക്ഷപ്പെടാൻ സ്ഥലമില്ലാത്തവർ എന്ത് ചെയ്യും? ഇനി ഇവരെ നേരിടല്ലാതെ വേറെ വഴിയില്ല. എല്ലാരും തയ്യാറായിക്കോ. എന്ത് നേരിടേണ്ടി വരും? അവന്മാർക്ക് ആരവനെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കില്ല. നമ്മുടെ റിയൽ ഫേസ് എന്താന്ന് അവന്മാര് കാണും. ഇറക്കി വിടറിയവനെ. ആരവിനെ ഇറക്കി വിടാൻ സാധ്യമല്ല. അവനെ നിങ്ങൾ തൊട്ട കളി മാറും. ആരവിനെ വെറുതെ വിട്ടേക്ക്. അതാ നിങ്ങൾക്ക് നല്ലത്. ഇറക്കി വിടറിയവനെ. മാറിക്കടി, മാറിക്കടി അവിടെ. പോയി പിടിക്കണ. അയ്യോ വൃന്ദേ, എല്ലാവരും ഞാൻ പറയുന്ന അനുസരിച്ചോ? അനുസരിക്കാം, എല്ലാം അനുസരിക്കാം. വൃന്ദ ഒന്നും ചെയ്യരുത് പ്ലീസ്. കേരളി വണ്ടിയില്, കേരളി വണ്ടിയില്. നീ എവിടെ പോവാടാ? നിനക്ക് ഞാനൊരു സൽക്കാരം തരുന്നുണ്ട്. അടങ്ങി നിക്കണേ, ഇല്ലെങ്കിൽ ഇവിടെ ജീവനോടെ നീ കാണൂല. നീ മിനിസ്റ്ററുടെ മകനെ നൈസായിട്ട് തട്ടിയിട്ട് കറങ്ങി നടക്കുകയാണല്ലടാ. നീയെ കാണല്ലേ ഇവനെ സംരക്ഷിക്കുന്നേ? ഇവനെ ഉണ്ടല്ലോ കൊല്ലണവനും. രുദ്രണ്ണന് ഇവന്റെ ശവം വേണം. കൊണ്ടുപോടാവനെ. എന്നെ ഇവര് കൊല്ലും. എന്നെ രക്ഷിക്കേ. അതെ, ഇവൻ തീർന്നടാ. ഇവൻ ചത്തു. ചത്തോ? നമ്മള് രുദ്രേട്ടന് കൊടുത്ത വാക്ക് പാലിച്ചു. ഈ ഒന്നിനെയും ജീവനോട് വച്ചേക്കരുത്. അപ്പൊ ഈ പെമ്പിളാരെന്ത് ചെയ്യണം? ആരവിന്റെ കൊലയ്ക്ക് 5 സുന്ദരികൾ സാക്ഷികളാ. രുദ്രേണ്ണൻ പറഞ്ഞ പോലെ ചെയ്തേക്ക്. ആരവിനെ നമുക്ക് വേണം. ഇവളുമാരെ വണ്ടിയോടെ പാറമടയിലേക്ക് തള്ളിക്ക്. വാടാ.
ദേവാരപ്പനയുടെ വാതിൽ തുറന്നത് ആരാ? ആരാന്ന്? പരദേവതകളെ, എന്താണ് സംഭവിക്കുന്നത്? അസ്വാഭാവികമായ എന്തോ എവിടെയോ സംഭവിക്കുന്നു. ആരാണത്? പരദേവതെ, കാണിച്ചു തരൂ. ആരാണെന്നറിയാൻ കാഴ്ച തരൂ, വെളിച്ചം തരൂ. ദേവി, അമ്മേ, അമ്മേ. ശ്രീദേവി, അയ്യോ വലിച്ച, അയ്യോ വലിച്ച, അയ്യോ ഇതെന്താ ഇത്? അയ്യോ വലിച്ച, വലിച്ച.